ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഞാൻ ഇന്നലെ രാത്രി എനിക്ക് അമേരിക്കയിൽ അവരുന്ന ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കുറെ സമയം ഇരുന്ന് ചിരിച്ചു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ ഉള്ള കുഞ്ഞുങ്ങൾ കൈ ഉയർത്തിക്കുന്നത്, ഒരു കൊച്ചു ചാടി കൈ ഉയർത്തിട്ട് ചിരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എത്രയോ നിഷ്കളങ്കരാണ് കുഞ്ഞുങ്ങളെ, സുഖമാണോ? അപ്പൊ അതുകൊണ്ട് എന്തായാലും പാരന്റ്സ് ഒക്കെ കുട്ടികളെ ഇങ്ങനെ കാണിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവഭക്തി പരിശീലിപ്പിക്കുന്ന എല്ലാം വലിയ അനുഗ്രഹമാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒരു 50ാമത്തെ എപ്പിസോഡിലേക്ക്, 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ 50ഉം 100ാമത്തേത് മക്കൾ ഉള്ള അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ ഡെലിവറിക്ക് വരെ അതിനൊരു 50ാമത്തെ എപ്പിസോഡുകൾ എപ്പോഴും പിന്നെ വിവാഹം നടക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മാരേജ് പ്രപ്പോസലുകൾ വരുന്നില്ല, ചില വിവാഹം വേണ്ടാന്ന് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രായം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്താ പറയണത്, പിന്നെ എന്തെങ്കിലും കാരണത്താൽ വിവാഹം പിന്നെ സഭ അതിനെ ഇൻവാലിഡ് ആയിട്ട് പിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ സെപ്പറേറ്റഡ് ആണ്, മീൻസ് അങ്ങനെ ഡിവോഴ്സ് എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല പറയാത്തത്. അപ്പം അങ്ങനെയൊക്കെ ആയിപ്പോയി സാഹചര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീണ്ടും മാരേജിന് വരുന്നത്, അങ്ങനത്തെ എല്ലാ മേഖലകൾക്കും വേണ്ട പ്രത്യേക ബ്ലെസ്സിങ്ങാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പിന്നെ നാളുകളായിട്ട് കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അത് നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ സമുദായത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ എല്ലാവരും കൂടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഈശോയുടെ ഒരു കരുണ വന്ന് നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒരുപാട് പേരുടെ വിവാഹം നടന്നു. പല സാക്ഷ്യങ്ങളും നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരും. അങ്ങനെ കല്യാണം നടന്നവരുടെ സാക്ഷ്യങ്ങളൊക്കെ എഴുതി അയക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് മനസ്സ് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 111ാമത്തെ സങ്കീർത്തനത്തിന്റെ 10ാം തിരുവചനമാണ്. വിവേകികളായി തീരാൻ ഇത് പരിശീലിക്കുക എന്നുള്ളതാണ്. ഇതാണ് നല്ലൊരു വചനം. നിങ്ങൾക്ക് അറിയാവുന്ന വചനം, പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ അറിയാവുന്ന വചനം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളായിട്ട് തീരും. അന്നേരം പറയാ, അങ്ങനെ ദൈവം സ്തുതിക്കപ്പെടുകയും ചെയ്യും. അതിന്റെ അവസാന ഭാഗമാണ്. ഞാൻ ആദ്യ ഭാഗം പറയാൻ വേണ്ടി പോവാം. എന്റെ സഹോദരങ്ങളെ, അപ്പൊ ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവഭക്തിയാണ്, ഈശോയുള്ള സ്നേഹമാണ്, പ്രാർത്ഥനയുള്ള താല്പര്യമാണ്, വിശ്വാസമാണ്. അപ്പൊ ദൈവഭക്തിക്ക് പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു, രാവിലെ എഴുന്നേറ്റ് കുരിശ് വരയ്ക്കുന്നു, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നു, യാമപ്രാർത്ഥനകൾ ചെല്ലുന്നു, മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുന്നു, തീർത്ഥാടനം നടത്തുന്നു. അപ്പൊ നമ്മൾ ദൈവഭക്തി പരിശീലിക്കാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവഭക്തി പരിശീലിപ്പിക്കണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പൊ ഇതെല്ലാം പ്രായമായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിലയിരിക്കുന്നത്, അങ്ങനെ വരെ ടോയ്ലറ്റ് ട്രെയിനിങ് അങ്ങനെ മതിയല്ലോ, അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവഭക്തി, അപ്പൊ ദൈവഭക്തി പരിശീലിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തേലും ജ്ഞാനം കിട്ടാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പൊ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ദൈവഭക്തിയിൽ ഒരാൾ വളർന്നുകൊണ്ടിരിക്കും തോറും അയാൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നല്ല വിവേകമുള്ള ആളാണ്. നല്ല വിവേകം, എന്താ പറയേണ്ടത്, എന്താ പെരുമാറേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഈ കൊച്ചെന്നെ ഇങ്ങനെ പെരുമാറുന്നേ എന്നിന്ന് സങ്കടപ്പെട്ടൊരു കാര്യമില്ല. ചെറുപ്പം മുതൽ ദൈവഭക്തി പരിശീലിപ്പിച്ച് വന്നാലേ കൊച്ചു വലുതാവും ഇങ്ങനെ പെരുമാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇനി ചില ആൾക്കാർ ചിന്തിക്കാം, ഞങ്ങൾ ഇതേപോലെയൊക്കെ പരിശീലിപ്പിച്ചിട്ടും സംഭവിച്ചല്ലോ എന്നുള്ള ചിന്തകൾ ഉണ്ടാവാം. ഞാനതിനെ ഒറ്റയടിക്ക് ഇത് തന്നെ അസേർട്ടീവായിട്ട് അങ്ങനെ ഞാൻ പറയല്ല. പിന്നെ പരിശീലനം അതിന്റെ പൂർണ്ണത നടത്താൻ പറ്റിയോ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പരിശീലനം നല്ലതായിരിക്കണം, ചിലപ്പോൾ നിർബന്ധമില്ല, അങ്ങനെ സംഭവിക്കാം. ഇനി അങ്ങനെ ഒന്നും അല്ലാതെ പോയിട്ടും ചിലപ്പോൾ തലതിരിഞ്ഞൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഇപ്പോൾ മോനിക്കാമ്മയുടെ കാര്യം എന്ത് ജാഗ്രത. പക്ഷെ തിരിച്ചു വന്നല്ലോ, ആവശ്യം തിരിച്ചു വന്നല്ലോ ഒരു സമയം കഴിഞ്ഞപ്പോൾ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ ദൈവഭക്തി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം. നമുക്ക് ഒരു നന്നായിട്ട് അങ്ങ് സ്തുതിക്കാം. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി ശരിക്കും അങ്ങോട്ട് സ്തുതിക്കാൻ പ്രാർത്ഥിക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇളം തലമുറകളിലും കല്യാണം നടക്കേണ്ടതുണ്ടല്ലോ. ഇപ്പൊ കൊച്ച് 8ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത് പ്രായമാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ തന്നെ ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയത്ത് ദൈവം ഇടപെടും. സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഉച്ചത്ത് സ്തുതിക്കാവോ? ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഇതിനു മുമ്പ് ഇതേപോലെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹം നടന്ന ഒരുപാട് സാക്ഷ്യങ്ങളെ പ്രതി അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്.
ഒപ്പം തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ദൈവഭക്തി പരിശീലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും ഞങ്ങൾ നിറയട്ടെ. സോളമൻ നിറഞ്ഞതുപോലെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബങ്ങളെയും ഇവരെല്ലാ ഉദ്യമങ്ങളെയും ഈശോയുടെ നാമത്തെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് നാളുകളായിട്ട് വിവാഹം നടക്കാതെ ഇനി ഒരിക്കലും വിവാഹം നടക്കുകയല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് നിരാശ, അവിശ്വാസം യേശു നാമത്തിൽ ബന്ധം വിട്ടുമാറി പോട്ടെ. വിശ്വാസത്തിന്റെ ആത്മാവ് നിറയട്ടെ. കർത്താവായ ദൈവമേ, അവിടുന്ന് സൃഷ്ടിച്ചപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഇണയെ കർത്താവെ, പ്രത്യേകിച്ച് ദൂതന്മാരാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പലതും പഴയ നിയമത്തിൽ ഇടപെട്ട്, അതേപോലെ ദൂതന്മാരെ നിയോഗിക്കണമേ. പ്രത്യേകിച്ച് റാഫായൽ മാലയ്ക്ക് പ്രത്യേകം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, എല്ലാ തരത്തിൽ വിവാഹത്തിന് തടസ്സമായ എന്തെങ്കിലും പൈശാചിക ശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടി പായിക്കുന്നു. അതേപോലെ തന്നെ കർത്താവ് ദൈവമേ, വീണ്ടും കർത്താവ് ആദ്യത്തെ ജീവിത പങ്കാളി മരിച്ചുപോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കർത്താവെ മാറിപ്പോയി എന്തിനാ ദൈവമേ, അങ്ങനെ കർത്താവ് വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. അതേപോലെ തന്നെ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് വിവാഹം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മേൽ ദൈവത്തിന്റെ ഒരു കൃപ വന്ന് നിറയട്ടെ. കർത്താവ് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.